എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ കഥയിലൂടെ വലിയൊരു കാര്യം മനസ്സിലാക്കാൻ പോവാണ്. സചിത്ര ബാൽകഥായൻ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഭൂരിപക്ഷത്തിന്റെ ശക്തി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യത്തോടെ തുടങ്ങാം അല്ലേ? ഒരൊറ്റ നാണയത്തിന് ഒരു വലിയ നിധി മുഴുവൻ അതിന്റെ അടുത്തേക്ക് ആകർഷിക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു കൗതുകം നിറഞ്ഞ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം എവിടെ നിന്നോ ഒരു പഴഞ്ചൊല്ല് കേട്ടു, പണം പണത്തെ ആകർഷിക്കുമെന്ന്. പക്ഷെ അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് വിശ്വസിച്ചു കളഞ്ഞു. അപ്പോൾ പുള്ളിക്ക് തോന്നി, ആഹാ, പെട്ടെന്ന് പണക്കാരനാവാനുള്ള വഴി കിട്ടിയല്ലോ എന്ന്. പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നെന്നോ? കയ്യിലുള്ള ആ ഒരൊറ്റ നാണയം എടുത്ത് രാജാവിന്റെ ഖജനാവിലേക്ക് പോകുക. അവിടെയുള്ള ആ വലിയ നാണയക്കൂമ്പാരത്തിന് മുന്നിൽ തന്റെ ഈ നാണയം കാണിച്ചാൽ മാത്രം മതി, ആ നിധി മുഴുവൻ തന്റെ അടുത്തേക്ക് വരുമെന്ന് പാവം സ്വപ്നം കണ്ടു. അങ്ങനെ ഖജനാവിന്റെ കുറച്ചു ദൂരെ നിന്നിട്ട് അയാൾ തന്റെ കയ്യിലുള്ള ആ ഒറ്റ നാണയം ആ നിധിക്കൂമ്പാരത്തിന് നേരെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ കാന്തം വെച്ചിട്ട് ഒരു വലിയ ഇരുമ്പുമലയെ വലിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ആ നിധിയെ ഇങ്ങോട്ട് വലിക്കുന്നതിന് പകരം പാവത്തിന്റെ കയ്യിലിരുന്ന ആ ഒരൊറ്റ നാണയം അത് വഴുതി ആ വലിയ കൂമ്പാരത്തിലേക്ക് വീണുപോയി. അതോടെ അതും നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന ആ ഒരെണ്ണം കൂടി പോയപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഖജനാവ് സൂക്ഷിപ്പുകാരൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം കാര്യം തിരക്കി, നടന്ന കാര്യങ്ങളെല്ലാം അയാൾ വിശദീകരിച്ചു കൊടുത്തു. ഇവിടെയാണ് നമ്മുടെ കഥയുടെ ടേണിംഗ് പോയിന്റ്. നിരാശ ജ്ഞാനവുമായിട്ട് കണ്ടുമുട്ടുന്ന നിമിഷം. അപ്പോൾ ഖജനാവ് സൂക്ഷിപ്പുകാരന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ മനുഷ്യന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ട കാര്യം ശരിയാണ്, പണം പണത്തെ ആകർഷിക്കും. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിട്ടുപോയി. ഇതോടെ കഥയുടെ പ്രധാന പാഠത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് എപ്പോഴും കൂടുതലുള്ളത് കുറഞ്ഞതിനെ അതിന്റെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കും. ഭൂരിപക്ഷത്തിന്റെ ശക്തിയെ ചെറുക്കാൻ കഴിയില്ല എന്ന പാഠം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, അല്ലേ? ഒരു നാണയത്തിന് ഒരു നിധിയെ വലിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു വലിയ നിധിക്ക് ഒരു ചെറിയ നാണയത്തെ വളരെ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോ ഈ നാണയങ്ങളുടെ കഥ വെറുമൊരു കഥലല്ല. ഇതിന് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ശക്തി എന്നു പറയുന്ന ഈ തത്വം എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ ആകർഷണ നിയമം പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരുടെ കാര്യത്തിലും ശരിയാണ്. ഒരു വലിയ നിധിക്ക് ഒരൊറ്റ നാണയത്തെ അനായാസം ആകർഷിക്കാൻ കഴിയുന്നതുപോലെ ഒരു വലിയ സമൂഹത്തിന് ഒരു വ്യക്തിയെയും സ്വാധീനിക്കാൻ കഴിയും. ഈ തത്വത്തിന് നല്ലതും ചീത്തയുമായ രണ്ട് വശങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു സമൂഹത്തിന്റെ സ്വഭാവം, അവിടുത്തെ സംസ്കാരം, ചിന്താരീതികൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? അവിടുത്തെ ഭൂരിപക്ഷമാണ്. ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളുമൊക്കെ അയാളുടെ ചുറ്റുമുള്ളവരുടെ സ്വാധീനം കൊണ്ട് രൂപപ്പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. നിങ്ങളുടെ സമൂഹത്തിന്റെ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ ദിശ ആരാണ് തീരുമാനിക്കുന്നത്? നന്മയുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾക്കും ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു മോശം സ്വാധീനത്തിൽ പെട്ടുപോവാണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്.